അപ്പം ജാനകി ഒത്തിരി ഒരു 20ഓളം മൂവീസിൽ അഭിനയിച്ചു. അപ്പൊ അതില് ഒത്തിരി ജനശ്രദ്ധ നേടിയ ഒരു ഫിലിം ആയിരുന്നു ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലേക്കുള്ള എങ്ങനെയാണ് ഒരു വരവ്? അതിലേക്കുള്ള വരവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഞാൻ അതിനു മുന്നേ വേറൊരു ഒരു ആൽബം മ്യൂസിക്കൽ വീഡിയോയുടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബോൾഡായിട്ടുള്ള രണം എന്നായിരുന്നു എൻ്റെ പേര് വന്നത്. രണം ഏറ്റംപാട്ട്, മറ്റേ അവിയലിൻ്റെ ഏറ്റംപാട്ടില്ലേ അവരുടെ അതിൻ്റെ ഒരു ഇതായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലത്തെയാണ് പ്രസൻറ്റ് ചെയ്തത്. അതിൻ്റെ റെഫറൻസ് കൊണ്ടിട്ട് എനിക്ക് അലക്സ് എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ ടീമൊക്കെ നല്ല ടീമാണ്. അശോക് സാറായിരുന്നാലും ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് അതിൽ സെക്കൻഡ് ഹീറോയിനായിട്ടുള്ള ആ ഒരു കന്യാസ്ത്രീയുടെ ക്യാരക്ടറാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നു. സഹസ്രാരയുടെ ഓഫീസിൽ പോയപ്പോഴത്തേക്ക് അവർ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. അപ്പോഴത്തേക്ക് ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിച്ചു, സാർ ഇതിനേക്കാളും ഞാൻ ആ ക്യാരക്ടർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഓൾറെഡി അതിന് വേറൊരാൾ ആയിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ ജാനകി എന്ന് പറഞ്ഞു. എന്നിട്ട് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ജാനകി കോൺഫിഡൻസ് ആണെങ്കിൽ ജാനകി ചെയ്തോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനേക്കാളും എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞത് അതിൻ്റെ കുറേ ഇൻ്റർവ്യൂ, അതിൻ്റെ പ്രൊമോഷൻ്റെ കുറേ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു. അപ്പം ജാനകി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതെ അതെ. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ലിസ്ബിയൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ്, കാരണം ഒരുപാട് ഇന്റിമേറ്റ് സീൻസ് ഉണ്ട്. അല്ല, അതിൽ ആ കുട്ടിയായിട്ട് എനിക്ക് ആകെ കൂടി ഒരു സീൻ, ഒരു കിസ്സിങ് സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഇതായിട്ട്. അപ്പോൾ അതെനിക്ക് മുന്നേ എനിക്ക് ലെസ്ബിയൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചു ഇപ്പോൾ എന്തായിരിക്കും ആ ഒരു സംഭവത്തിൽ ചെയ്യേണ്ടത്. അപ്പം നിനക്കൊരാണിനോട് എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത് അതുപോലത്തെ ഒരു ഇത് തന്നെയാണ്. ഞാൻ പിന്നെ ഷോർട്ട് നമ്മൾ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം വരെ ഇങ്ങനെ കണ്ണടച്ച് എനിക്ക് ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇത് ചെയ്തു. എന്നിട്ട് ആ ഒരു ആക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചങ്ങോട്ട് ഉമ്മ വെച്ചു. അതാണ് ചെയ്തത് സത്യത്തിൽ. അല്ലാതെ ഭയങ്കര പേടിയായിട്ട് നമുക്കൊരു ക്യാരക്ടർ തരുമ്പോഴത്തേക്കും എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാനത് ഏറ്റെടുത്തത്. അതിൽ പിന്നെ അത്രയും വൾഗറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റെടുത്തു, അതെനിക്ക് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു മൂവി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? നിറയെ അത് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു പാറ്റേണിലുള്ളൊരു സാധനം ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫുൾ അത് തന്നെ റിജക്ട് ചെയ്തു. സത്യം. ഞാൻ പിന്നെ എനിക്ക് അതാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് കരിയറിൽ ഒരു ബ്രേക്ക് വേണം. കാരണം വരുന്നതല്ല ഇങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് 1-2 എന്തോ ഞാൻ വേറെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാമത്രയോദശി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തു. പിന്നെ ഇൻസ്റ്റ എന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവി ചെയ്തു. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും വരുന്നത് ഫുൾ ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി കരിയറിൽ ഒരു ബ്രേക്ക് വേണം. അങ്ങനെ ഞാൻ ആ സമയത്ത് എനിക്കൊരു ജോബ് റെഡി ആയപ്പോഴത്തേക്കും ഞാൻ 1 വർഷം മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദുബായിക്ക് കയറി പോകുന്നത്.